ആധുനിക ലോകം ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും ക്രൂരവും വികൃതവുമായ മുഖത്തിനാണ്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന സൈനിക അധിനിവേശങ്ങൾ കേവലം അതിർത്തി തർക്കങ്ങളോ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ മാത്രമല്ല, മറിച്ച് ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ പണം കൊടുത്തു വാങ്ങാൻ ശ്രമിക്കുന്ന ക്രിമിനൽ ഗൂഢാലോചന കൂടിയാണെന്ന് വ്യക്തമാവുകയാണ്. ഒരു വശത്ത് തങ്ങളുടെ പരമാധികാരത്തിനും നിലനിൽപ്പിനുമായി ഇറാൻ ധീരമായി പോരാടുമ്പോൾ, മറുവശത്ത് ഈ യുദ്ധത്തെ ഒരു ചൂതാട്ട കേന്ദ്രമായി മാറ്റിയിരിക്കുകയാണ് പാശ്ചാത്യ സാമ്പത്തിക ശക്തികൾ. മനുഷ്യജീവനുകളെക്കാൾ ഡോളറിന് വില കൽപ്പിക്കുന്ന പാശ്ചാത്യ ജനാധിപത്യത്തിന്റെ പൊള്ളത്തരം ഇവിടെ പൂർണ്ണമായും തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ രക്തസാക്ഷിത്വത്തിന് കാരണമായേക്കാവുന്ന വലിയൊരു ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് അമേരിക്കൻ വാതുവെപ്പ് വിപണികളിൽ നടന്ന നീക്കങ്ങൾ ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. പ്രവചന വിപണികളായ പോളി മാർക്കറ്റിലും കൽഷിയിലും നടന്ന വാതുവെപ്പുകൾ അങ്ങേയറ്റം ദുരൂഹവും ഭീകരവുമാണ്. ഇറാന്റെ പരമോന്നത നേതാവ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന് പന്തയം വെച്ച് മഗാബിമാൻ എന്ന അജ്ഞാത ഉപയോക്താവ് ഒറ്റ ദിവസം കൊണ്ട് 5 ലക്ഷത്തിലധികം ഡോളർ സമ്പാദിച്ചുവെന്ന വാർത്ത കേവലം ഒരു സാമ്പത്തിക വാർത്തയല്ല, മറിച്ച് ഒരു ജനതയുടെ ചോരയിൽ നിന്നും ലാഭം കൊയ്യുന്നതിന്റെ തെളിവാണ്. ഈ ആക്രമണം നടക്കുന്നതിന് കൃത്യം 71 മിനിറ്റ് മുമ്പ് ആക്രമണ സാധ്യത വെറും 17% മാത്രമായിരുന്നപ്പോഴാണ് ഈ വലിയ തുക പന്തയം വെക്കപ്പെട്ടത്. ഇത് കേവലം ഭാഗ്യമല്ല, മറിച്ച് അമേരിക്കൻ ഭരണകൂടത്തിലെ അതീവ രഹസ്യമായ സൈനിക വിവരങ്ങൾ ചോർത്തിക്കൊണ്ട് നടത്തിയ ഇൻസൈഡർ ട്രേഡിംഗ് ആണെന്ന് വ്യക്തമാണ്. പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനതയുടെ നിലവിളിയെ പണം ഉണ്ടാക്കാനുള്ള അവസരമായി കാണുന്ന പാശ്ചാത്യ സാമ്പത്തിക ലോബികൾ യുദ്ധത്തെ ഒരു ബിസിനസ് മോഡലായി വികസിപ്പിച്ചിരിക്കുന്നു. ഈ അധർമ്മികമായ സാമ്പത്തിക ഇടപാടുകൾക്ക് പിന്നിൽ അമേരിക്കൻ ഭരണകൂടത്തിലെ ഉന്നതർക്ക് പങ്കുണ്ടെന്ന ആരോപണം ഇന്ന് ശക്തമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ തന്നെ ഇത്തരം വാതുവെപ്പ് പ്ലാറ്റ്ഫോമുകളുടെ ഉപദേഷ്ടാവായും ബോർഡ് അംഗമായും പ്രവർത്തിക്കുന്നു എന്നത് ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ആഴം വ്യക്തമാക്കുന്നു. പോളി മാർക്കറ്റിന് പിന്തുണ നൽകുന്ന 1989 ക്യാപിറ്റൽ പോലുള്ള വെഞ്ചർ സ്ഥാപനങ്ങളിൽ ട്രംപ് കുടുംബത്തിന് നേരിട്ട് പങ്കുണ്ട്. അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട സൈനിക നീക്കങ്ങളും വധശിക്ഷ പദ്ധതികളും സ്വന്തം കുടുംബത്തിന്റെ ലാഭത്തിനായി ചോർത്തി നൽകുന്നുണ്ടോ എന്ന ചോദ്യം ഇന്ന് ലോകമെമ്പാടും ഉയരുകയാണ്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലും സമാനമായ രീതിയിൽ ട്രംപ് അനുകൂലികൾ ലാഭം കൊയ്ത ചരിത്രമുണ്ട്. ഒരു രാഷ്ട്രത്തിന്റെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തുന്നതും ആയിരക്കണക്കിന് നിരപരാധികളെ ചുട്ടുകൊല്ലുന്നതും ഇവർക്ക് വെറും പണം ഉണ്ടാക്കാനുള്ള ബിസിനസ് മാത്രമായി മാറിയിരിക്കുന്നു. അധിനിവേശ ശക്തികൾ തങ്ങളുടെ മണ്ണിൽ നാശം വിതയ്ക്കുമ്പോഴും ഇറാൻ ഒരടി പോലും പിന്നോട്ടില്ലെന്ന ദൃഢനിശ്ചയത്തിലാണ്. ഇറാഖിലെ കുൽദിഷ് വിഘടനവാദികളെ മറയാക്കി അമേരിക്ക മെനഞ്ഞ ഗൂഢാലോചനകളെ ഇറാന്റെ IRGC കൃത്യമായ പ്രത്യാക്രമണത്തിലൂടെ തകർത്തെറിഞ്ഞു. അമേരിക്കയിൽ നിന്ന് പരിശീലനവും പിന്തുണയും സ്വീകരിച്ച് ഇറാന്റെ സുരക്ഷാ സേനയെ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ച വിഘടനവാദികൾക്ക് സുലൈമാനിയയിലെ സ്ഫോടനങ്ങൾ കനത്ത താക്കീതാണ്. ഇസ്രയേലിന്റെ ഹൃദയഭാഗങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ തുടർച്ചയായി നടത്തുന്ന മിസൈൽ ഡ്രോൺ വർഷങ്ങൾ ലോകം പുകഴ്ത്തുന്ന അയൺ ഡോമിനെ പോലും നിഷ്പ്രഭമാക്കിയിരിക്കുകയാണ്. 5000-ലധികം രക്തസാക്ഷികളെ നൽകേണ്ടി വന്നുവെങ്കിലും സാമ്രാജ്യത്തിന്റെ കാൽക്കൽ കീഴടങ്ങുന്നതിനേക്കാൾ നല്ലത് പോരാടി മരിക്കുകയാണെന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനമാണ് ഇറാനിൽ നിന്നും മുഴങ്ങുന്നത്. ഇറാന്റെ ഓരോ മിസൈൽ പ്രത്യാക്രമണവും ഇൻസൈഡർ ട്രേഡിംഗിലൂടെ ലാഭം കൊയ്യുന്ന കള്ളപ്പണക്കാർക്കും അവർക്ക് വിവരങ്ങൾ ചോർത്ത് നൽകുന്ന സാമ്രാജ്യത്വ ശക്തികൾക്കുമുള്ള കനത്ത മറുപടിയാണ്. യുദ്ധത്തെ ഒരു സ്പോർട്സ് വാതുവയ്പ് പോലെ കാണുന്ന അമേരിക്കൻ നയം കേവലം ഒരു രാഷ്ട്രീയ തന്ത്രമല്ല, മറിച്ച് മനുഷ്യത്വത്തിന് നേരെ നടത്തുന്ന ഏറ്റവും ക്രൂരമായ വെല്ലുവിളിയാണ്. സ്വന്തം ജനാധിപത്യത്തിലും മറ്റുള്ളവരുടെ ജീവനിലും ഒരുപോലെ ചൂതാട്ടം നടത്തുന്ന അമേരിക്കയുടെ ഈ നീചമായ നയങ്ങൾക്കെതിരെ ലോകമെമ്പാടും പ്രതിഷേധം ഇരമ്പുകയാണ്. സെനറ്റർ ക്രിസ് മാർഫിയെ പോലെയുള്ളവർ ഇതിനെ ഭ്രാന്തമായ നടപടി എന്ന് വിശേഷിപ്പിക്കുകയും നിരോധാനത്തിനായി നിയമനിർമ്മാണം ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ, ട്രംപ് ഭരണകൂടം തങ്ങളുടെ ഇഷ്ടക്കാരെ പ്രധാന സാമ്പത്തിക വകുപ്പുകളിൽ തിരുകി കയറ്റി ഈ ചൂതാട്ടത്തെ നിയമവിധേയമാക്കാൻ ശ്രമിക്കുകയാണ്. അമേരിക്കയുടെ ഈ അവിശുദ്ധ യുദ്ധത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ദോഹയിലെ US എംബസി ഒഴിപ്പിക്കേണ്ടി വന്ന സാഹചര്യം. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ സമ്പൂർണ്ണ മേധാവിത്വം ആഗോള എണ്ണ വിപണിയെ നിയന്ത്രിക്കുമ്പോൾ വൻ ശക്തികൾക്ക് പോലും ഇറാന്റെ അനുവാദമില്ലാതെ ഈ ജലപാതയിലൂടെ നീങ്ങാൻ കഴിയില്ലെന്ന അവസ്ഥയാണ്. സ്പെയിനിനെ പോലുള്ള രാജ്യങ്ങൾ ഈ അമേരിക്ക ഏകപക്ഷീയമായ യുദ്ധത്തോട് ഇല്ല എന്ന് പറഞ്ഞതും പടിഞ്ഞാറൻ ശക്തികളുടെ ധാർമ്മിക പതനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇറാന്റെ ഓരോ ചുവടും അളന്നു മുറിച്ചുള്ളതാണ്. ഇത് കേവലം ഒരു അതിർത്തി തർക്കമല്ല, മറിച്ച് ലോകത്തിന്റെ വിഭവങ്ങൾ കൊള്ളയടിക്കുന്ന സാമ്രാജ്യത്വ നയത്തിനെതിരെ മാനവികതയുടെ പോരാട്ടമാണ്. പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനതയുടെ പോരാട്ട വീര്യത്തെ തകർക്കാൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് വാതുവെച്ച് നടത്തുന്ന മരണ കച്ചവടക്കാർ ഒരു കാര്യം മറക്കുന്നു: ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങാനാവില്ല. ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ സാമ്പത്തിക സഖ്യശക്തികളും ഇറാനിൽ ഒരു ഭരണമാറ്റം സ്വപ്നം കാണുമ്പോൾ സ്വന്തം നാടിന്റെ ഓരോ മണൽത്തരിക്കും വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായ ആയിരക്കണക്കിന് പോരാളികളാണ് ഇറാനിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത്. സാമ്രാജ്യത്വ ശക്തികൾ സ്വന്തം സാമ്പത്തിക ലാഭത്തിനായി മിഡിൽ ഈസ്റ്റിൽ പടുത്തുയർത്തുന്ന
ഈ അഗ്നി ഒടുവിൽ അവരുടെ തന്നെ അധിശത്വത്തിന്റെ ശവപ്പറമ്പായി മാറും. ഇൻസൈഡർ ട്രേഡിംഗിലൂടെ ലാഭം കൊയ്യുന്ന വ്യാപാരികൾക്കും അവർക്ക് കൂട്ടുനിൽക്കുന്ന ഭരണകൂടത്തിനും ചരിത്രം മാപ്പ് നൽകില്ല. ലോകം ഇന്ന് ഇറാനൊപ്പം നിൽക്കുന്നത് അധിനിവേശത്തിനെതിരായ പോരാട്ടത്തിൽ സത്യത്തിനു വേണ്ടിയാണ്. തോക്കുകൾക്കും ബോംബുകൾക്കും അപ്പുറം നീതിയുടെ ആത്മാഭിമാനത്തിന്റെയും പക്ഷത്താണ് അന്തിമ വിജയമെന്ന് ഈ പോരാട്ടം തെളിയിക്കും. സാമ്രാജ്യത്വത്തിന്റെ ഇരുണ്ട നിഴലുകൾ മായുകയും സ്വന്തം രാജ്യത്തിനു മേൽ അവകാശമുള്ള ഒരു സ്വതന്ത്ര പശ്ചിമേഷ്യ ഉദയം ചെയ്യുകയും ചെയ്യുന്ന കാലം വിദൂരമല്ല. ഈ വിമോചന പോരാട്ടത്തിൽ ഇറാന്റെ ചങ്കൂറ്റം ലോകത്തിന് എന്നും ഒരു മാതൃകയായിരിക്കും.